ഹലോ നമസ്കാരം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. സി ടോക്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഓസ്ട്രേലിയൻ മൈഗ്രേഷൻ സീരീസിൻ്റെ ഡിഫറെൻറ്റ് വീഡിയോസ് ചെയ്യുമായിരുന്നു. അപ്പോൾ ജനറൽ സ്കിൽഡ് മൈഗ്രേഷൻ PR വിസകളോ അല്ലെങ്കിൽ എംപ്ലോയർ സ്പോൺസേഡ് വിസകളൊക്കെ വഴി ഓസ്ട്രേലിയയിലേക്ക് മൈഗ്രേറ്റ് ചെയ്യുന്നവർക്ക് വേണ്ട ഒരു ഇമ്പോർട്ടൻറ്റ് റിക്വയർമെൻ്റ് ആണ് ഇംഗ്ലീഷ് ലാംഗ്വേജ് ടെസ്റ്റ്. അപ്പോൾ ഈ ഇംഗ്ലീഷ് ലാംഗ്വേജ് ടെസ്റ്റിൻ്റെ സ്കോറിൽ ചില മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. സ്കോർ കുറച്ചോ അതിൽ എന്തെങ്കിലും ചേഞ്ചസ് വന്നിട്ടുണ്ടോ എന്നൊക്കെ പലരും ചോദിച്ചിരുന്നു. അപ്പോൾ ഈ ഓഗസ്റ്റ് മാസം, അതായത് 2025 ഓഗസ്റ്റ് 7-ാം തീയതി മുതൽ ഈ ഇംഗ്ലീഷ് ലാംഗ്വേജ് റിക്വയർമെൻറ്റ്സിൽ ചില മാറ്റങ്ങൾ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഇമിഗ്രേഷൻ ഓസ്ട്രേലിയ വരുത്തിയിട്ടുണ്ട്. ആ ചേഞ്ചസ് എന്തൊക്കെയാണെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ടെസ്റ്റിനകത്തല്ല ചേഞ്ച് വന്നിരിക്കുന്നത്, അല്ലെങ്കിൽ ടെസ്റ്റിൻ്റെ ഫോർമാറ്റിലോ ഇപ്പോൾ ഈ പറയുന്ന IELTS അല്ലെങ്കിൽ OET അല്ലെങ്കിൽ PT പോലുള്ള എക്സാമിൻ്റെ ഫോർമാറ്റിലോ അല്ലെങ്കിൽ ആ എക്സാമിൻ്റെ സ്കോറിംഗ് ക്രൈറ്റീരിയയിലോ ഒന്നും അല്ല മാറ്റം വരുത്തിയിരിക്കുന്നത്. നമ്മൾ ഓസ്ട്രേലിയയിലേക്ക് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഇമിഗ്രേഷൻ വഴി വിസയ്ക്ക് അപേക്ഷ കൊടുക്കുമ്പം മിനിമം ഇത്ര ഇംഗ്ലീഷ് സ്കോർ വേണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ആ വേണ്ട ഇംഗ്ലീഷ് സ്കോറിൻ്റെ റിക്വയർമെൻറ്റിൽ ചില കാര്യങ്ങൾ അവർ മാറ്റം വരുത്തിയിട്ടുണ്ട്. അതേപോലെ അവർ അംഗീകരിച്ചിരിക്കുന്ന എക്സാമുകൾ പലതുണ്ട്. അപ്പോൾ അതിലവർ കുറച്ച് കൂടുതൽ എക്സാംസിനെയും കൂടെ അവർ അതിൻ്റെ സ്കോർ, ഇംഗ്ലീഷ് നമ്മൾ എഴുതുന്ന വേറെ 1-2 എക്സാമുകളും കൂടെ അതിൻ്റെ സ്കോറും കൂടെ അവർ വാലിഡായിട്ട് എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഇടയിൽ ഞാൻ പ്രധാനപ്പെട്ട ഒരു കാര്യം പറഞ്ഞു പോവുകയാണ്. ഈ ഓസ്ട്രേലിയ എന്ന് പറയുന്ന ഒരു ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രിയാണ്. ഇതുപോലുള്ള ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രീസിലൊക്കെ തന്നെയും ഒരു വാലിഡ് ആയിട്ടുള്ള ഇംഗ്ലീഷ് ടെസ്റ്റിൻ്റെ സ്കോർ ഇല്ലാതെ മൈഗ്രേറ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. ഇത് ഞാൻ ഇതിനിടെ പറയാൻ കാരണം ഒത്തിരി ഫ്രോഡ് ആക്ടിവിറ്റീസ്, സ്കാം നടക്കുന്നുണ്ട്. അപ്പോൾ ഇന്ത്യയിൽ നിന്നൊക്കെ അപ്ലൈ ചെയ്യുന്നവർ അല്ലെങ്കിൽ GCC കൺട്രീസ് എന്നൊക്കെ അപേക്ഷ കൊടുക്കുന്നവരൊക്കെ ശ്രദ്ധിക്കുക. അവർക്ക് ഇന്ത്യൻ പാസ്പോർട്ട് ആയിരിക്കുമല്ലോ, എൻ്റെ വീഡിയോ കേൾക്കുന്ന മലയാളികളായിരിക്കുമല്ലോ. അപ്പോൾ ആ ഇന്ത്യൻ പാസ്പോർട്ടുള്ള ഒരാൾക്കും ഇംഗ്ലീഷ് ടെസ്റ്റ് ഇല്ലാതെ ഇവിടെ വരാനുള്ള ഓപ്ഷൻസിനെ കുറിച്ച് ഞാനിതുവരെ കേട്ടിട്ടില്ല. അപ്പോൾ ഈ ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രി ആയതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ നോട്ടിഫിക്കേഷനിലും ഇപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. 5 കൺട്രീസിൻ്റെ പാസ്പോർട്ട് ഹോൾഡേഴ്സിന് ഇംഗ്ലീഷ് ലാംഗ്വേജ് ആ പാസ്പോർട്ട് വഴി തന്നെ റിക്വയർമെൻറ്റ് മീറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. ആ 5 രാജ്യങ്ങൾ എന്ന് പറയുന്നത് ഒന്ന് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക, രണ്ടാമത്തേത് യുണൈറ്റഡ് കിങ്ഡം UK ആണ്, പിന്നെ റിപ്പബ്ലിക് ഓഫ് അയർലൻഡാണ് മൂന്നാമത്തെ രാജ്യം, നാലാമത്തെ ന്യൂസിലാൻഡാണ്, അഞ്ചാമത്തെ കാനഡയാണ്. ഈ 5 രാജ്യങ്ങളുടെ പാസ്പോർട്ട് ഹോൾഡ് ചെയ്യുന്ന ആളുകൾക്ക് അവരുടെ പാസ്പോർട്ട് വഴി തന്നെ ഇംഗ്ലീഷ് റിക്വയർമെൻറ്റ് മീറ്റ് ചെയ്തിരിക്കുന്നു. ഓക്കെ, ഇതിൽ ഈ 5 രാജ്യങ്ങൾക്ക് മാത്രമേ ഇളവുള്ളൂ. ബാക്കി ഏത് രാജ്യങ്ങളിൽ നിന്ന് അപേക്ഷ കൊടുക്കും. അപ്പോൾ ഇന്ത്യയിൽ നിന്നൊക്കെ അപേക്ഷ കൊടുക്കുന്നവർ നിർബന്ധമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇംഗ്ലീഷ് ലാംഗ്വേജ് റിക്വയർമെൻറ്റ് ഇല്ലാതെ നമുക്കിവിടെ വിസ തരാമെന്ന് ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ പ്രഥമ ഇതിൽ തന്നെ നിങ്ങൾ അതൊരു സ്കാമാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഇതിനെക്കുറിച്ച് 2-3 സ്കാമിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ എൻ്റെ അടുത്ത് വന്നിട്ട് ഞാൻ മറ്റൊരു വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഇപ്പോൾ നമ്മൾ ഇംഗ്ലീഷ് ലാംഗ്വേജ് റിക്വയർമെൻറ്റിൻ്റെ കാര്യമാണ് പറയുന്നത്. അപ്പോൾ ഈ ചേഞ്ചസ് വന്നിട്ടുണ്ട്. ഈ 7 ഓഗസ്റ്റ് 2025 മുതൽ ഈ റിക്വയർമെൻറ്റിൽ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഇമിഗ്രേഷൻ ഓസ്ട്രേലിയ ചില മാറ്റങ്ങൾ വരുത്തിയിട്ട് ആ മാറ്റങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അപ്പോൾ സി ടോക്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ നമ്മൾ അതിൻ്റെ ചേഞ്ചസ് എന്താണെന്ന് നോക്കാം. നമ്മൾ പറഞ്ഞിരുന്നു ജനറൽ സ്കിൽഡ് മൈഗ്രേഷൻ വിസകൾ, അതിനുള്ള പ്രൊസീജിയർ എന്തൊക്കെയാണ്, എങ്ങനെ അതിൻ്റെ സ്കോർ കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളതൊക്കെ പല വീഡിയോസിലായിട്ട് നമ്മൾ പറഞ്ഞിരുന്നു. അപ്പോൾ ഈ ജനറൽ സ്കിൽഡ് മൈഗ്രേഷൻ വിസകളായ 189 അല്ലെങ്കിൽ 190, 491 ഈ വിസകൾക്കൊക്കെ അപേക്ഷ കൊടുക്കുമ്പം ഏറ്റവും കുറഞ്ഞത് കോമ്പിറ്റൻറ്റ് ഇംഗ്ലീഷ് വേണമെന്ന് ഞാൻ എൻ്റെ വീഡിയോകളിലൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ, നിങ്ങൾക്ക് അറിയാമായിരിക്കും. ഈ കോമ്പിറ്റൻറ്റ് ഇംഗ്ലീഷ് എന്ന് പറയുന്നത് മുന്നത്തെ ഇതിൽ പറഞ്ഞാൽ IELTS ജനറൽ നമ്മൾ എഴുതുന്ന എക്സാമുകളിൽ മെയിനായിട്ട് നമ്മൾ ഇന്ത്യയിൽ നിന്ന് എഴുതുന്ന ഒരു പ്രധാനമായിട്ട് എഴുതുന്ന എക്സാമാണ് IELTS ജനറൽ അല്ലെങ്കിൽ PT അക്കാഡമിക് അല്ലെങ്കിൽ OET. അപ്പോൾ ഞാൻ പ്രധാനമായിട്ട് ഇതിനെക്കുറിച്ച് മാത്രമേ ഇതിനകത്ത് പറയുന്നുള്ളൂ. അല്ലാത്ത എക്സാമുകൾ നമ്മൾ മലയാളീസ് എനിക്ക് അറിയില്ല, വളരെ കുറച്ച് വരും. അപ്പം ഞാൻ അതിലേക്ക് കൂടുതൽ ആൾക്കാർ എഴുതുന്ന മാറ്ററിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം മുന്നേ ആയിരുന്നപ്പം, അതായത് ഈ 7th ഓഗസ്റ്റിന് മുൻപത്തെ കാര്യമാണ് പറയുന്നത്. കോമ്പിറ്റൻറ്റ് ഇംഗ്ലീഷ് എന്ന് പറഞ്ഞാൽ ഈ വിസകൾക്ക്, ഈ 491, 189, 190 വിസകൾക്ക് ഏറ്റവും കുറഞ്ഞത് അപേക്ഷ കൊടുക്കാൻ കോമ്പിറ്റൻറ്റ് ഇംഗ്ലീഷ് വേണം. കോമ്പിറ്റൻറ്റ് ഇംഗ്ലീഷ് എന്ന് പറഞ്ഞാൽ IELTS ജനറലിന് 6 ഇൻ ഈച്ച് ബാൻഡ്, അതായത് ലിസണിങ്, റീഡിങ്, റൈറ്റിംഗ് ആൻഡ് സ്പീക്കിംഗ് ഓരോന്നിനും 6 ബാൻഡ് ഉള്ളതാണ് കോമ്പിറ്റൻ്റ് എന്ന് പറയുന്നത്. അതായത് അതിന് ഈക്വലൻ്റ് ആയിട്ട് PTE അക്കാഡമിക് എന്ന് പറയുന്നത്, PTE അക്കാഡമിക്കിൻ്റെ സ്കോർ എന്ന് പറയുന്നത് 50 ഇൻ ഈച്ച് ബാൻഡ് ആയിരുന്നു. അതായത് ലിസണിങ്ങിന്, റീഡിങ്ങിന്, റൈറ്റിങ്ങിന്, സ്പീക്കിങ്ങിന് 50 കിട്ടിയാൽ അത് കോമ്പിറ്റൻ്റ് ആയിട്ട് കൺസിഡർ ചെയ്യും. ദെൻ OET ആയിരുന്നെങ്കിൽ C ആണ്, C ഇൻ ഈച്ച് ബാൻഡ്, ഓരോ ബാൻഡിൽ, അതായത് ലിസണിങ്,
റീഡിങ് സ്പീക്കിംഗ് റൈറ്റിങ്ങിന് സി കിട്ടുവാണെങ്കിൽ അത് കോമ്പിറ്റൻ്റ് ആയിട്ട് കൺസിഡർ ചെയ്തിരുന്നു. അതായിരുന്നു മുൻപത്തെ സംഭവം. ഇതിൽ ഈ 7 ഓഗസ്റ്റ് 2025 മുതൽ മാറ്റം വരുത്തിയിരിക്കുന്നു. മാറ്റം എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അത് നിങ്ങൾക്ക് ഞാനിപ്പോൾ സ്ക്രീനിൽ കാണിച്ചിട്ടുണ്ടെങ്കിൽ നോക്കിയാൽ കാണാം. ഈ മാറ്റം വന്നിരിക്കുന്നതാണ്. IELTS യാതൊരു മാറ്റവും. IELTS ജനറൽ എഴുതുന്ന ആൾക്ക് 6 തന്നെയാണ് കോമ്പിറ്റൻ്റ് ആയിട്ട് അവർ കൺസിഡർ ചെയ്യുന്നത്. പക്ഷേ PT സ്കോറിൽ മാറ്റം വരുത്തിയിട്ടുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. PTക്ക് മുൻപ് ലിസണിങ്ങിന് 50 ആയിരുന്നു വേണ്ടത്. പുതിയ ഇത് പ്രകാരം 47 മതി. അപ്പോൾ അവിടെ കുറച്ചിട്ടുണ്ട്, 47 മതി. അതേപോലെ റീഡിങ്ങിന് മുമ്പ് 50 വേണ്ട സ്ഥാനത്ത് ഇപ്പോൾ 48 മതി. കോമ്പിറ്റൻ്റ് ആവാൻ 48 മതി. അപ്പോൾ അത് രണ്ടും കുറച്ചിട്ടുണ്ട്. ഇനി റൈറ്റിംഗ് നിങ്ങൾ ശ്രദ്ധിക്കുക. റൈറ്റിങ്ങിന് മുൻപ് 50 വേണ്ടടുത്ത് ഇപ്പോൾ 51 വേണം. PTക്ക് 51 വേണം. അതേപോലെ സ്പീക്കിങ്ങിന് 50 വേണ്ട സ്ഥാനത്ത് ഇപ്പോൾ 54 വേണം. അപ്പോൾ അതാണ് മാറ്റം വരുത്തിയിരിക്കുന്നത്. 47, 48, 51 ആൻഡ് 54 ഈ രീതിയിൽ ചേഞ്ചസ്. ഈ സ്കോർ PTക്ക് കിട്ടുന്ന ആൾക്കാണ് അയാൾ കോമ്പിറ്റൻ്റ് ആണെന്ന് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഇമിഗ്രേഷൻ പറയുന്നത്. ദെൻ OIT നോക്കുക. OITയുടെ മാറ്റം മുന്നേ എല്ലാത്തിനും C മതിയായിരുന്നു. ഇപ്പം അങ്ങനെയല്ല മാറ്റം വരുത്തിയിരിക്കുന്നത്. C എന്ന് സ്പെസിഫൈ ചെയ്ത് പറയുന്നില്ല, മറിച്ച് അവർ ഓരോന്നിനും സ്കോറാണ് കൊടുത്തിരിക്കുന്നത്. ലിസണിങ്ങിന് 290 വേണം, പുതിയ ഇത് പ്രകാരം 290, റീഡിങ്ങിന് 310, റൈറ്റിങ്ങിന് 290 ആൻഡ് സ്പീക്കിങ്ങിന് 330. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഈ 290 രണ്ടെണ്ണത്തിന് 290 ആണ്. 290 എന്ന് പറയുന്നത് ശരിക്കും C ആണ്. C എന്ന് പറഞ്ഞാൽ ആക്ച്വലി നിങ്ങൾ OIT എഴുതുന്നവർക്ക് കൃത്യമായിട്ട് ചെക്ക് ചെയ്തിട്ട് അറിയാൻ പറ്റും. C എന്ന് പറയുന്നത് 200-നും 290-ക്കും ഇടയിലാണ് OITയുടെ നിങ്ങളുടെ സ്കോറെങ്കിൽ അപ്പം നമുക്ക് കിട്ടുന്ന ഗ്രേഡാണ് C എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ നോക്കിയേ, 200-നും 290-ക്കും ഇടയിൽ തന്നെയാണ് രണ്ട് 290 ഉള്ളത്, രണ്ട് 290s. അത് C തന്നെയാണ്. ഓക്കെ. ദെൻ റീഡിങ് സ്പീക്കിംഗ്. റീഡിങ്ങിന് 310 ആണ് പുതിയ ക്രൈറ്റീരിയയിലുള്ളത്, സ്പീക്കിങ്ങിന് 330 ആണ്. അപ്പോൾ അത് സിയുടെ തൊട്ട് മുകളിലത്തെ ബാൻഡിലേക്ക് ശരിക്കും മാറി. ഓക്കെ. അതായത് C+ എന്ന് പറയുന്ന ബാൻഡിലാണ് അതുള്ളത്. അതായത് C+ൽ 300 to 340 എന്ന് പറയുന്നത് C+ ആണ്. നിങ്ങളുടെ സ്കോർ 300-നും 340-ക്കും ഇടയിലാണ് C+ ആണ്. അപ്പോൾ അതായത് C+ കിട്ടണം എന്നല്ല അവർ പറയുന്നത്. കൃത്യമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം അതാണ്. രണ്ടെണ്ണത്തിന് Cയും രണ്ടെണ്ണത്തിന് C+ എന്നല്ല പറയുന്നത്, മറിച്ച് കൃത്യമായി ഇന്ന പോയിന്റ് നേടണം എന്നാണ്. മുന്നേ ഇത് C വേണം എന്നായിരുന്നു പറഞ്ഞിരുന്നത്. ഇപ്പൊ കൃത്യമായിട്ട് ഒരു സ്കോർ പറയുന്നുണ്ട്. 290 ഫോർ ലിസണിങ്, 310 ഫോർ റീഡിങ്, 290 ഫോർ റൈറ്റിംഗ് ആൻഡ് 330 ഫോർ സ്പീക്കിംഗ്. ഇത്രയും സ്കോർ കിട്ടുന്നവർ, ഇങ്ങനെ സ്കോർ ചെയ്യുന്നവർക്കാണ് അത് കോമ്പിറ്റൻ്റ് എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ കാറ്റഗറിയിലേക്ക് വരാം. പ്രൊഫിഷ്യൻ്റ് ഇംഗ്ലീഷ് കിട്ടുക എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ജനറൽ സ്കിൽഡ് മൈഗ്രേഷന് ശ്രമിക്കുന്നവർക്ക് 10 പോയിന്റ് കിട്ടുന്ന കാര്യമാണ്. പ്രൊഫിഷ്യൻ്റ് ഇംഗ്ലീഷ് ആണെങ്കിൽ നമുക്ക് 10 പോയിന്റ് നമ്മുടെ വിസയുടെ നമ്മുടെ പോയിന്റ്സിനെ കുറിച്ചൊക്കെ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്ന ഒരു വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഇട്ടിട്ടുണ്ട്. കാണാത്തവർക്ക് വേണ്ടി ഞാൻ വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്ക് കൂടി ഇടാം. അതൊന്ന് കയറി ചെക്ക് ചെയ്ത് കാണുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് മൊത്തം കാര്യങ്ങളെക്കുറിച്ച് അറിയുന്ന അല്ലെങ്കിൽ എൻ്റെ വീഡിയോ ഫോളോ ചെയ്യുന്നവർക്ക് എന്താ പറയുക കണ്ടിന്യൂറ്റി കിട്ടും, അല്ലാത്തവർക്ക് ചിലപ്പോൾ കിട്ടിയെന്ന് വരത്തില്ല. ഓക്കെ. അപ്പോൾ ആ 10 പ്രൊഫിഷ്യൻ്റ് ഇംഗ്ലീഷിന് 10 പോയിന്റാണ് ജനറൽ സ്കിൽഡ് മൈഗ്രേഷൻ ഉള്ളത്. അപ്പോൾ അതിൻ്റെ സ്കോറിങ് മുന്നേ എങ്ങനെയായിരുന്നു നോക്കാം. അതായത് IELTS ജനറലിന് 7 ഇൻ ഈച്ച് ബാൻഡ്, ലിസണിങ്, റീഡിങ്, റൈറ്റിംഗ്, സ്പീക്കിംഗ് എല്ലാത്തിനും 7 കിട്ടുവാണെങ്കിൽ അത് പ്രൊഫിഷ്യൻ്റ് എന്നാണ് പറയുക. PTക്ക് 65 ആയിരുന്നു മുമ്പ്. 7th ഓഗസ്റ്റിന് മുൻപത്തെ കാര്യമാണ് പറയുന്നത്. 65 ആയിരുന്നു. അതായത് ലിസണിങ്ങിന് 65, റീഡിങ്ങിന് 65, റൈറ്റിങ്ങിന് 65, സ്പീക്കിങ്ങിന് 65. ഈ 4 65 ആണെങ്കിൽ അത് പ്രൊഫിഷ്യൻ്റ് ആയിട്ടാണ് കണക്കാക്കിയിരുന്നത്. അതേപോലെ OITക്ക് B, എല്ലാത്തിനും B ഗ്രേഡ്. അതായത് ഇന്ന സ്കോറൊന്നും പറയുന്നില്ല. ലിസണിങ്ങിന് B, റീഡിങ്ങിന് B, റൈറ്റിങ്ങിന് B, സ്പീക്കിങ്ങിന് B ആണെങ്കിൽ അത് പ്രൊഫിഷ്യൻ്റ് ആയിട്ടാണ് കണക്കാക്കിയത്. ഇതിൽ ഈ 7th ഓഗസ്റ്റിന് ശേഷമുള്ള മാറ്റങ്ങൾ എന്തൊക്കെയാണ്, ഡിപ്പാർട്ട്മെന്റ് വരുത്തിയിരിക്കുന്ന മാറ്റങ്ങളും നോക്കാം. IELTSന് യാതൊരു മാറ്റങ്ങളും ഇല്ല. IELTSന് 7 തന്നെ, 4-ന് 7 ബാൻഡ് ആണെങ്കിൽ നമ്മൾ ഓവറോൾ അല്ല പറയുന്നത്, ഇൻഡിവിജ്വൽ ആണ്. അത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ലിസണിങ് സെപ്പറേറ്റ്ലി, ലിസണിങ്, റീഡിങ്, റൈറ്റിംഗ്, സ്പീക്കിംഗ് സെപ്പറേറ്റ് 7 ആണെങ്കിൽ നമുക്ക് അത് പ്രൊഫിഷ്യൻ്റ് ആണ്. ഇനി PTയിലാണ് മാറ്റം വന്നിരിക്കുന്നത്. PTയുടെ സ്കോറിലേക്ക് നിങ്ങൾ നോക്കിയാൽ കാണാം. നമുക്ക് വേണ്ടത് ലിസണിങ്ങിന് 58 ആണ്. മുമ്പ് 65 ആയിരുന്നു. അപ്പോൾ ലിസണിങ്ങിൻ്റെ സ്കോർ കുറച്ചിട്ടുണ്ട്. 58 മതി പുതിയ ഇത് പ്രകാരം പ്രൊഫിഷ്യൻ്റ് ആവാൻ. രണ്ടാമത് റീഡിംഗ് ആണ്. റീഡിങ്ങിന് 65 ആയിരുന്നു വേണ്ടത്. അത് അവർ വീണ്ടും കുറച്ചു. അത് 59 ആക്കി കുറച്ചിട്ടുണ്ട്, 59. അപ്പോൾ ലിസണിങ്ങിന് റീഡിങ്ങിൻ്റെ സ്കോർ കുറച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നോക്കാം റൈറ്റിംഗ് നോക്കാം. റൈറ്റിങ്ങിന് മുമ്പ് 65 ആയിരുന്നു വേണ്ടത്. ഇപ്പോൾ അത് 69 ആയിട്ട് കൂട്ടിയിട്ടുണ്ട്. അതേപോലെ സ്പീക്കിങ്ങിൻ്റേത് നല്ലൊരു വർധന വരുത്തിയിട്ടുണ്ട്. 65 എന്നുള്ളത് 76 വേണം. അതായത് പുതിയ ഇത് പ്രകാരം PT അക്കാഡമിക്കിൽ 58 ഫോർ ലിസണിങ്, 59 ഫോർ റീഡിങ്, 69 ഫോർ റൈറ്റിംഗ് ആൻഡ് 76 ഫോർ സ്പീക്കിംഗ്. ഇത്രയും ഈ ബാൻഡ് സ്കോർ ഉള്ളവർക്കാണ് പ്രൊഫിഷ്യൻ്റ് ഇംഗ്ലീഷ് എന്നാണ് പറയുന്നത്.
ഇനി ഒ ഇ ടിയിലേക്ക് വരാം. ഞാൻ പറഞ്ഞു ഒ ഇ ടിയിൽ മുമ്പ് എല്ലാത്തിനും സി മതിയായിരുന്നു. ഇപ്പം സി എന്നുള്ള കാറ്റഗറി മാറ്റി ഓരോന്നിനും ഇത്ര സ്കോർ വേണമെന്ന് അവർ സ്പെസിഫൈ ചെയ്തിരിക്കുന്നു. അതായത് പുതിയ ഇത് പ്രകാരം നമുക്ക് നോക്കാം, 350 ആണ് ലിസണിങ്ങിന്, 350 ആണ് വേണ്ടത്, റീഡിങ്ങിൽ 360 ആണ് വേണ്ടത്, റൈറ്റിങ്ങിൽ 380 ആണ് വേണ്ടത്, ആൻഡ് സ്പീക്കിങ്ങിൽ 360 ആണ് വേണ്ടത്. ഓക്കെ, അതായത് സി എന്ന് പറയുന്ന, അതായത് ബി എന്ന് പറഞ്ഞ ഗ്രേഡ് ആയിരുന്നു മുന്നേ വേണ്ടിയിരുന്നത്. ബി ഗ്രേഡ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി 350ക്കും 440ക്കും ഇടയിലാണ് ബി ഗ്രേഡ് എന്ന് പറയുന്നത്. ഈ പറഞ്ഞിരിക്കുന്ന എല്ലാ ഇപ്പം കൊടുത്തിരിക്കുന്ന ഗ്രേഡ്, ഈ പറഞ്ഞിരിക്കുന്ന സ്കോറും എല്ലാം അതിനകത്ത് വരുന്ന ബി ഗ്രേഡ് വരുന്ന. പക്ഷേ ബി ഗ്രേഡ് എന്ന് പറഞ്ഞ ഗ്രേഡ് കിട്ടിയാൽ പോരാ, ഇതിനുള്ളിൽ ഏത് സ്കോർ ആയിരുന്നെങ്കിലും മുമ്പ് അക്സെപ്റ്റ് ചെയ്യപ്പെടുമായിരുന്നു. അതായത് 350ക്കും 440ക്കും ഇടയിൽ എന്ത് സ്കോർ ആണെങ്കിലും ബി ഗ്രേഡ്, ആ ബി ഗ്രേഡ് എന്ന് പറയുന്നതിനെ പ്രൊഫിഷ്യൻ്റ് ആയിട്ട് ഗവൺമെൻറ് അക്സെപ്റ്റ് ചെയ്യുമായിരുന്നു. ഇപ്പം തൊട്ട് ഒ ഇ ടിക്ക് അങ്ങനെയല്ല. ബി ഗ്രേഡ് എന്ന് പറഞ്ഞാൽ പോരാ, ഓരോന്നിനും സെപ്പറേറ്റ് വേണം. ലിസണിങ്ങിന് 350 വേണം, റീഡിങ്ങിന് 360 വേണം, റൈറ്റിങ്ങിന് 380 വേണം, സ്പീക്കിങ്ങിന് 360 വേണം. അങ്ങനെയുള്ളവർക്കാണ് പ്രൊഫിഷ്യൻ്റ് ഇംഗ്ലീഷ് ആയിട്ട് കൺസിഡർ ചെയ്യുക 10 പോയിന്റ്സ് കിട്ടുക. ഓക്കെ, ദെൻ മൂവിങ് ഓൺ ടു ദി ഏറ്റവും ഇമ്പോർട്ടൻറ്റ് വൺ, സുപ്പീരിയർ വൺ ആണ്. ഏറ്റവും കൂടുതൽ പോയിന്റ് കിട്ടുന്നതാണ്. 20 പോയിന്റ്സ് നമുക്ക് വിസയ്ക്ക് വെക്കുമ്പോൾ കിട്ടുന്ന സംഭവമാണ് സുപ്പീരിയർ ഇംഗ്ലീഷ്. അപ്പോൾ സുപ്പീരിയർ ഇംഗ്ലീഷിൻ്റെ മുൻപത്തെ റിക്വയർമെൻറ്റുകൾ എങ്ങനെയായിരുന്നു നോക്കാം. IELTS ജനറലിന് 8 ഇൻ ഈച്ച് ബാൻഡ്, ലിസണിങ്, റീഡിങ്, സ്പീക്കിംഗ്, റൈറ്റിങ്ങിന് 8 കിട്ടുക എന്നുള്ളത്. ദെൻ PT അക്കാഡമിക് എഴുതുന്ന ഒരാൾക്ക് 79 ആയിരുന്നു, ഈച്ച് ബാൻഡ് 79 സ്കോർ ചെയ്യുക എന്നുള്ളതായിരുന്നു. ലിസണിങ് 79, റീഡിങ് 79, റൈറ്റിംഗ് 79 ആൻഡ് സ്പീക്കിംഗ് 79. ഇപ്പോൾ ഇതിൽ എനിക്ക് പേഴ്സണലി അറിയാവുന്ന മൈഗ്രേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്ന കുറച്ച് ആൾക്കാർ, പലർക്കും തന്നെ സുപ്പീരിയർ ഇംഗ്ലീഷിൽ ഒരെണ്ണം മാത്രം 79 കിട്ടാതെ പോയവരും ബാക്കിയെല്ലാം 90, 88 ഒക്കെ കിട്ടി കിടക്കുന്നവരുണ്ട്. അവർക്കൊക്കെ ഇതൊരു സന്തോഷ വാർത്തയാണ്. മിക്കവാറും ആ പറഞ്ഞ ആൾക്കാർക്കൊക്കെ കുറഞ്ഞ സാധനങ്ങളുടെ സ്കോറിലാണ് ഗവൺമെൻറ് പുതിയ രീതിയിൽ മാറ്റം വരുത്തിയിരിക്കുന്നത്. ഓക്കെ, ദെൻ ഒ ഇ ടിയുടെ കൂടെ പറയാം. ഒ ഇ ടിക്ക് മുൻപേ എല്ലാത്തിനും എ ഗ്രേഡ് വേണമായിരുന്നു സുപ്പീരിയർ ആയിട്ട് കൺസിഡർ ചെയ്യാൻ. സുപ്പീരിയർ ആയിട്ട് കൺസിഡർ ചെയ്യണമെങ്കിൽ എല്ലാത്തിനും എ ഗ്രേഡ് വേണം. എ ഗ്രേഡ് മീൻസ് 450ക്കും 500നും ഇടയിലാണ് സ്കോറെങ്കിലാണ് എ ഗ്രേഡ് എന്ന് പറയുന്നത്. എ ഗ്രേഡ് വേണമായിരുന്നു സുപ്പീരിയർ കിട്ടാൻ. അപ്പോൾ ഇനി വന്ന ചേഞ്ചസ് നോക്കാം, സ്ക്രീനിലേക്ക് നോക്കാം. പുതിയതായിട്ട് വന്ന ചേഞ്ചസ്, IELTS ജനറലിൽ യാതൊരു ചേഞ്ചസും വരുത്തിയിട്ടില്ല. 8 ഇൻ ഈച്ച് ബാൻഡ് തന്നെയാണ് സുപ്പീരിയർ ആയിട്ട് കൺസിഡർ ചെയ്യുക. പക്ഷേ PT മാറ്റം വരുത്തിയിട്ടുണ്ട്. PT നോക്കുക, ലിസണിംഗ് എന്ന് പറയുന്നത് 69 ആയിരുന്നു വേണ്ടത്, 79 ആയിരുന്നു വേണ്ടത്. പുതിയത് പ്രകാരം 69, 10 കുറവ് വരുത്തിയിട്ടുണ്ട്. 69 മതി ലിസണിങ്ങിന്. ദെൻ റീഡിങ്ങിന് 70 മതി സുപ്പീരിയർ ആയിട്ട് കൺസിഡർ ചെയ്യാൻ. റൈറ്റിങ്ങിൽ മാറ്റം വരുത്തി, 79 എന്നുള്ളത് 85 ആയിട്ട് കൂട്ടി. 85 ഉള്ള ഒരാളെയാണ് സുപ്പീരിയർ ആയിട്ട് കൺസിഡർ ചെയ്യുക. അതേപോലെ സ്പീക്കിങ്ങിൽ 88 വേണം. 90ൽ 88 സ്കോർ ചെയ്യുന്നവർക്കാണ് സുപ്പീരിയർ ആയിട്ട് കൺസിഡർ ചെയ്യുക. അപ്പോൾ നിങ്ങൾ PT ഒക്കെ എഴുതിയിട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഗവൺമെൻറ് ഇത് ശരിക്കും പറഞ്ഞാൽ ഒരാൾ ഇങ്ങോട്ട് മൈഗ്രേറ്റ് ചെയ്യുമ്പം റൈറ്റിങ്ങും സ്പീക്കിങ്ങിനും നല്ല സ്കില്ല് വേണം, എല്ലാത്തിനും വേണം, പ്ലസ് സ്പീക്കിങ്ങിനൊക്കെ എക്സ്ട്രാ സ്കില്ല് വേണം നമുക്കിവിടെ. അപ്പോൾ അപ്പോഴല്ലേ സുപ്പീരിയർ ആവുള്ളൂ. അതുകൊണ്ട് ആ ഒരു രീതിയിലുള്ള കൺസിഡറേഷനിലായിരിക്കാം അവർ ഇത് സ്കോർ വർദ്ധിപ്പിച്ചത്. പക്ഷേ PT ഒക്കെ എക്സാം എഴുതിയിട്ടുള്ള ഒരാൾക്ക് മനസ്സിലാവും, ഈ സ്പീക്കിങ്ങിനൊക്കെയാണ് എഴുതിയ മിക്ക ആൾക്കാർക്കും തന്നെ ഏറ്റവും 90 ഒക്കെ ആയിരിക്കും എല്ലാവർക്കും കിട്ടിയിട്ടുണ്ടാവുക. അപ്പോൾ അത് കുറച്ചുകൂടെ സ്കോർ ചെയ്യാൻ എളുപ്പമാണ്. അപ്പോൾ 88 വെച്ച് കൂട്ടിയെന്ന് വിചാരിച്ചൊരു ബുദ്ധിമുട്ടല്ല. മിക്ക ആൾക്കാർക്കും കുറയുന്നത് ലിസണിങ്ങിലും റീഡിങ്ങിലൊക്കെയാണ്. അതിലാണെങ്കിൽ സ്കോർ ഗവൺമെൻറ് കുറച്ചിട്ടുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇത് ബെനിഫിഷ്യൽ ആണെന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. അതായത് ഈ സ്കോർ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഇമിഗ്രേഷൻ ഈ സുപ്പീരിയർ എന്ന് കൺസിഡർ ചെയ്യുന്ന ഈ മാറ്റം ശരിക്കും ആളുകൾക്ക് ബെനിഫിഷ്യൽ ആണെന്നാണ് എൻ്റെ ഒരു എന്താ പറയുന്നത്, പല ആൾക്കാരുടെയും സ്കോറുകൾ കണ്ടതിലൊക്കെ വെച്ചിട്ടുള്ള എൻ്റെ ഒരു അനുമാനം. ഓക്കെ, ഇനി ഒ ഇ ടിയിലേക്ക് വരാം. ഒ ഇ ടി ഞാൻ പറഞ്ഞു മുന്നേ അതെല്ലാം A ആയിരുന്നു, ഇപ്പം മാറ്റം വരുത്തി സ്കോറിലേക്കാണ് വന്നേക്കുന്നത്. ലിസണിങ്ങിന് 390 വേണം, റീഡിങ്ങിന് 400 വേണം, റൈറ്റിങ്ങിൽ 420 ആൻഡ് സ്പീക്കിങ്ങിൽ 400. ആക്ച്വലി ഈ 4 സ്കോർ നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും, ഇത് Aയുടെ സ്ലാബിലല്ല ഉള്ളത്, ഈ 4ഉം Bയുടെ സ്ലാബിലാണ്. അതായത് B ഗ്രേഡിൻ്റെ സ്ലാബിലാണുള്ളത്. പക്ഷേ B ഗ്രേഡ് കിട്ടിയെന്ന് വിചാരിച്ച് ഇത് കിട്ടിയല്ല. അതാണ് പ്രധാനമായ മാറ്റം. B ഗ്രേഡിൻ്റെ ആ സ്ലാബിലാണ് ഈ പോയിന്റ് ഇരിക്കുന്നത്. ഇവർ പറഞ്ഞിരിക്കുന്ന ഇപ്പോൾ കൊടുത്തിരിക്കുന്ന ഈ സ്കോറുകൾ, അതായത് 390, 400, 420, 400 എന്ന് പറയുന്നത് ഇരിക്കുന്നതെങ്കിൽ പോലും, പക്ഷേ ഇവിടെ B ഗ്രേഡ് കിട്ടിയാൽ ഇതിന് കൺസിഡർ ചെയ്യില്ല. പക്ഷേ ഈ പോയിന്റ് തന്നെ സ്പെസിഫൈ ചെയ്ത് വേണം, ഈ സ്കോർ തന്നെ വേണം. ഓക്കെ, അതായത് ഒന്നുകൂടെ പറയുന്നു, ലിസണിങ്ങിന് ഒ ഇ ടിക്ക് 390, റീഡിങ്ങിന് 400, റൈറ്റിങ്ങിന് 420 ആൻഡ് സ്പീക്കിങ്ങിന് 400 ആണെങ്കിൽ നിങ്ങൾക്ക് സുപ്പീരിയർ ഇംഗ്ലീഷ് ആയിട്ട് കൺസിഡർ ചെയ്യും. ഇതാണ് പ്രധാനമായിട്ടും ഈ PT ഒ ഇ ടിയിൽ വന്നിരിക്കുന്ന
ഈ റിക്വയർമെൻറ്റ് സംബന്ധമായ മാറ്റം. ഇനി ഇത് കൂടാതെ വന്നിരിക്കുന്ന മാറ്റങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 3 ടെസ്റ്റുകൾ, ഇംഗ്ലീഷ് ലാംഗ്വേജ് ടെസ്റ്റാണ്, IELTS ഒക്കെ പോലെ നടത്തുന്ന ഒരു 3 ടെസ്റ്റുകളെയും കൂടെ ഓസ്ട്രേലിയ ഗവൺമെൻറ് വാലിഡ് ആയിട്ട് കൺസിഡർ ചെയ്യും. അതിൽ വന്നിരിക്കുന്ന ഒന്നാമത്തേതാണ് CELPIP എന്ന് പറയുന്നത്, കാനേഡിയൻ ഇംഗ്ലീഷ് ലാംഗ്വേജ് പ്രൊഫിഷ്യൻസി ഇൻഡെക്സ് പ്രോഗ്രാം എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം. ഇത് നമ്മൾ നാട്ടിൽ നിന്നൊന്നും ഞാൻ ആരും എഴുതി കേട്ടിട്ടില്ല, ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. രണ്ടാമത് ആഡ് ചെയ്തിരിക്കുന്ന MET എന്ന് പറഞ്ഞൊരു എക്സാം ആഡ് ചെയ്തിട്ടുണ്ട്. അതേപോലെ പിന്നെ ലാംഗ്വേജ് സർട്ടിഫിക്കറ്റ് പ്രോഗ്രാം എന്ന് പറഞ്ഞ CERT എന്ന് പറഞ്ഞിട്ട് ഒരു പ്രോഗ്രാം. ഇങ്ങനെ 3 ടെസ്റ്റും കൂടെ അഡീഷണൽ ആയിട്ട് ഈ ഇംഗ്ലീഷ് ലാംഗ്വേജ് പ്രൊഫിഷ്യൻസി, അതായത് ടോട്ടലി ഇപ്പം 9 ഞാൻ സ്ക്രീനിൽ ഇപ്പോൾ ഡിസ്പ്ലേ ചെയ്യും, 9 ടെസ്റ്റുകളാണ് ഇപ്പം ടോട്ടലി അക്സെപ്റ്റ് ചെയ്യുന്നത്. ഈ 9 ടെസ്റ്റിൻ്റെ സ്കോറുകളാണ് അക്സെപ്റ്റ് ചെയ്യുന്നത്. പക്ഷേ നമ്മൾ പ്രധാനമായിട്ടും PT, OET, IELTS ഒക്കെയാണ് എഴുതുന്നത്. അതുകൊണ്ടാണ് ഞാൻ അതിനെക്കുറിച്ച് ഫോക്കസ് ചെയ്ത് പറഞ്ഞത്. ദെൻ പിന്നെ ഒരു ചേഞ്ച് വരുത്തിയിരിക്കുന്നത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചില റെസ്ട്രിക്ഷൻസ് വരുത്തിയിട്ടുണ്ട്. ഈ MET എക്സാമിൻ്റെ സ്കോർ സുപ്പീരിയർ ഇംഗ്ലീഷിന് കൺസിഡർ ചെയ്യില്ല. പിന്നെ അതേപോലെ ഈ IELTS ഹോം ബേസ്ഡ് ആയിട്ടൊക്കെ ഓൺലൈനിൽ എഴുതുന്ന എക്സാം, അതായത് പല എക്സാംസിൻ്റെ ഓൺലൈൻ ബേസ്ഡ് ആയിട്ടുള്ള എക്സാംസ് ഉണ്ട്. ആ ഓൺലൈൻ ബേസ്ഡ് എക്സാംസിൻ്റെ സ്കോറുകളൊന്നും വാലിഡ് ആയിട്ട് കൺസിഡർ ചെയ്യില്ല. അതും ഞാൻ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ ഈ ഓൺലൈൻ ടെസ്റ്റുകളുടെ സ്കോറുകളൊക്കെ റെസ്ട്രിക്റ്റഡ് ആണ്. ഇനി പറയേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം അത് പറയുകയാണ്, അതായത് ഒത്തിരി ആൾക്കാർക്ക് ഇനി സംശയം വരാൻ സാധ്യതയുണ്ട്. നമ്മുടെ മുന്നത്തെ ഇപ്പോൾ ഈ 7th ഓഗസ്റ്റിന് മുമ്പെടുത്ത സ്കോർ എന്താവും? അത് ഗവൺമെൻറ് അതിനൊരു ട്രാൻസിഷൻ പീരീഡ് കൊടുത്തിട്ടുണ്ട്. അതായത് 36 months, അതായത് 3 yearsൻ്റെ ട്രാൻസിഷൻ പീരീഡാണ്. അതായത് 7th ഓഗസ്റ്റ് 2025 മുന്നേ നിങ്ങൾ എഴുതിയ സ്കോർ കയ്യിലുള്ളവർക്ക് 3 വർഷം വരെ അത് ഉപയോഗിക്കാൻ പറ്റും എന്നുള്ളതാണ് ഗവൺമെൻറ് പറഞ്ഞിരിക്കുന്നത്. 2028 ഓഗസ്റ്റ് 6 വരെയുള്ള പല ആവശ്യങ്ങൾക്കും നമുക്ക് പഴയ സ്കോറിൻ്റെ രീതിയിൽ, അതായത് നിങ്ങളുടെ കയ്യിൽ അതിന് മുന്നേ എഴുതിയ സ്കോർ വെച്ചിട്ട് പഴയ കാൽക്കുലേഷൻ വഴി നമുക്ക് ഈ വിസയുടെ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റും എന്നാണ് ഗവൺമെൻറ് പറഞ്ഞിരിക്കുന്നത്. 7th ഓഗസ്റ്റിന് ശേഷം എഴുതുന്ന എല്ലാ ഇംഗ്ലീഷ് ടെസ്റ്റിൻ്റെ സ്കോറുകളും പുതിയ കാറ്റഗറിയിലായിരിക്കും കൺസിഡർ ചെയ്യപ്പെടുക. അതായത് നമ്മുടെ സ്കിൽഡ് മൈഗ്രേഷൻ വിസകൾക്കൊക്കെ കൺസിഡർ ചെയ്യപ്പെടുക. അപ്പോൾ ഇതാണ് എനിക്ക് പ്രധാനമായിട്ടും ഇതിനെക്കുറിച്ച് പറയാനുള്ളത്. ഇനി ഇത് കൂടാതെ ഇപ്പം ഞാൻ കോമ്പിറ്റൻ്റ് ഇംഗ്ലീഷിൻ പ്രൊവിഷ്യൻറ്റും സുപ്പീരിയറാണ് പ്രധാനമായിട്ട് പറഞ്ഞത്. വൊക്കേഷണൽ ഇംഗ്ലീഷ് ഉണ്ട്, അത് 482 വിസകളൊക്കെ പോലെയുള്ള ആളുകളുടെ ഒരു ഇതാണ് 482 വിസ. അതിൽ വരുന്നതാണ് ഈ വൊക്കേഷണൽ ഇംഗ്ലീഷ്. അതിൽ ചില മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ മറ്റൊരു വീഡിയോയിൽ പറയാം. അതേപോലെ 485 വിസ എന്ന് പറയും, ഇവിടെ സ്റ്റുഡൻ്റ് ആയിട്ട് വന്നിരിക്കുന്നവർ സ്റ്റേ ബാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യുന്നൊരു വിസയാണ് 485 വിസ. ആ വിസയുടെ ഈ പറയുന്ന ലാംഗ്വേജ് റിക്വയർമെൻറ്റിലും, അതായത് ഇപ്പോൾ അവർ OET അല്ലെങ്കിൽ PT ഒക്കെയാണ് എഴുതുന്നതെങ്കിൽ അതിൻ്റെ റിക്വയർമെൻറ്റിലും കുറച്ച് മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. അതെല്ലാം കാരണം ഇതിപ്പോൾ ഇതിലും ഞാൻ മെയിനായിട്ട് നമ്മളിപ്പോൾ ഈ സീരീസ് ഓഫ് വീഡിയോസിൽ ഫോക്കസ് ചെയ്തിരിക്കുന്നത് ജനറൽ സ്കിൽഡ് മൈഗ്രേഷനാണ്. അപ്പോൾ ആ ജനറൽ സ്കിൽഡ് മൈഗ്രേഷൻ വിസയിലെ 3 വിസകളായ 491, 189 ആൻഡ് 190 ഇതിനെ എങ്ങനെ എഫക്ട് ചെയ്യുന്നു, അല്ലെ അതിൽ വന്ന ചേഞ്ചുകളാണ് ഞാൻ പ്രധാനമായിട്ട് വീഡിയോയിൽ ഡിസ്കസ് ചെയ്ത്. ഈ 2 വിസകൾ കാറ്റഗറി, എൻ്റെ മറ്റ് കാറ്റഗറീനെ കുറിച്ചുള്ള ചേഞ്ചസിനെ കുറിച്ച് ഞാനൊരു മറ്റൊരു വീഡിയോയിൽ നിങ്ങളായിട്ട് പറയാം. അപ്പോൾ ഇതിൽ ഷെയർ ചെയ്തിരിക്കുന്ന ഇൻഫർമേഷൻ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട മറ്റൊരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിൽ വീണ്ടും വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു.